ഗുഡ് മോർണിംഗ് എവരിവൺ. എൻ്റെ പേര് സാഗർ എന്നാണ്. ഞാനൊരു 6-7 വർഷമായിട്ട് ഈ ഫീൽഡിൽ തന്നെയുണ്ട്, വാട്ടർ സ്പോർട്സ് ഫീൽഡിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ഇന്നത്തെ സെക്ഷൻ നമ്മളൊരു സ്റ്റാൻഡപ്പ് പാഡിലെ ഒരു ബിഗിനർ ലെവലിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമുക്ക് നോക്കുന്നത്. സോ അത് ബേസിക് ആയിട്ടുള്ളൊരു ട്യൂട്ടോറിയൽ കൈൻഡ് ഓഫ് തന്നെയാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെ നമുക്ക് സേഫായിട്ട് സ്റ്റാൻഡപ്പ് പാഡിൽ പഠിക്കാം. ഓക്കെ, ഓക്കെ. ഇന്ന് നമ്മളെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നത്, അതായത് ബേസിക് സെക്ഷൻസ് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സുഹൃതയാണ്. ഓക്കെ, സുഹൃത ഇതിനു മുമ്പ് സ്റ്റാൻഡപ്പ് പാഡിൽ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. എങ്ങനെ മീൻസ് ഈ ഒരു ഫീൽഡിലോട്ടുള്ള ഇൻട്രസ്റ്റ്? വാട്ടർ സ്പോർട്സ് നല്ല താല്പര്യമാണ്. ഓക്കെ, അപ്പം ഒരു ബേസിക് ഒരു വാട്ടറിനോട് എങ്ങനെ പേടിയുണ്ടോ? അതോ പേടിയില്ല, എന്നാലും ഫസ്റ്റ് ടൈമാണ്, അതിൻ്റെ ഒരു ചെറിയൊരു പേടിയുണ്ട്. ഓക്കെ, അത് നമുക്കെല്ലാം, അതായത് ഒരു ബിഗിനർ ആണെങ്കിലും നമുക്കത് ചെയ്യിപ്പിക്കാൻ പറ്റും എന്നുള്ളൊരു ചലഞ്ചായിട്ട് ഞാൻ എടുത്തിരിക്കുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ഏതൊരു സെക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു സ്ട്രെച്ചിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ രാവിലെയാണ്, അതുകൊണ്ട് നമുക്ക് എന്തായാലും സ്ട്രെച്ചപ്പ് മാൻഡ്രി ആയിട്ട് തന്നെ എടുക്കാം. ഓക്കെ, നമുക്കൊരു ചെറിയൊരു സ്ട്രെച്ചപ്പിലോട്ട് പോകാം. സോ നമ്മളിപ്പോൾ ഇന്നുള്ള ബോർഡെന്ന് വെച്ചാൽ ബോർഡ് വർക്സിൻ്റെ സർഫ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണുള്ളത്. ഓക്കെ, ഈ ബോർഡ് എങ്ങനെ നമുക്ക് ക്യാരി ചെയ്തുകൊണ്ട് പോവാം, ഇതാണ് ഞാൻ പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, ബോർഡ് എപ്പോഴും ഈ ഒരു പൊസിഷനിലായിരിക്കും നമ്മൾ ഫിൻ സെറ്റ് ചെയ്തതിനു ശേഷം കിടക്കുന്നത്. ഓക്കെ, അപ്പം എപ്പോഴും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർഡ് ഈ ഒരു ആംഗിളിൽ കിടക്കുകയല്ലേ, അപ്പം എപ്പോഴും നമ്മൾ പൊക്കിയതിന് ശേഷം മിഡിൽ വരിക, ഈ ഒരു ഗ്രിപ്പിൽ ഹോൾഡ് ചെയ്യുക, എടുക്കുക, പോവുക. ഒറ്റയ്ക്ക് നടന്നു പോകാൻ പറ്റണം. ഓക്കെ, ഇവിടെ പിടിക്കുക, കണ്ടോ ഇപ്പം 3 കഴിഞ്ഞ് അങ്ങനെ എടുക്കുന്നത്, അല്ല അപ്പുറത്ത് നിൽക്കരുത്. ഓക്കെ, പ്രിയർ ടു ദ എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളെന്തായാലും വെള്ളത്തിൽ ഇറങ്ങി നോക്കാം. അപ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് കിട്ടും വെള്ളത്തിൽ എങ്ങനെ കിടക്കുക, എങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ളത്. വീണ് കഴിഞ്ഞാൽ മൈക്ക് എൻ്റെ കയ്യിലുണ്ട്. ഇങ്ങനെ കിടക്കാൻ നോക്കുക, എപ്പോഴും ഫ്ലോട്ട് ചെയ്ത് നോക്കുക. ഫ്ലോട്ടിങ് ഓക്കെ അല്ലേ? അപ്പം ഈ സ്റ്റാൻഡപ്പ് പാഡിൽ നമുക്ക് ഇനിഷ്യലി ഒരിക്കലും ബോർഡിൽ എഴുന്നേറ്റ് നിന്നല്ല നമ്മൾ പാഡിൽ ചെയ്യുന്നത്. നമ്മൾ ഇരുന്ന് അതിനുശേഷം ഹാഫ് സ്റ്റാൻഡിങ് പൊസിഷനിൽ വന്ന് പിന്നെ നമുക്ക് സ്റ്റാൻഡ് ചെയ്യുന്നു. നമ്മൾ സ്റ്റാൻഡപ്പ് പാഡിൽ എപ്പോഴും ഓൺ ബോർഡ് ചെയ്യുന്നതിന് മുമ്പ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ് ലീഷ്. ലീഷിന് മെയിൻലി 2 പാർട്സാണ് ഉള്ളത്. ഓക്കെ, ഈ ഒരു ചെറിയ പാർട്ട് നമ്മളെപ്പോഴും നമ്മുടെ ബോർഡിൻ്റെ ടെയിൽ പാർട്ടിൽ സെറ്റ് ചെയ്യും, ഇത് നമ്മുടെ ലെഗിലും സെറ്റ് ചെയ്യും. ഇതെങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ കാട്ടിത്തരാം. ഓക്കെ, നമുക്ക് ലീഷ് ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോ നോക്കിയാൽ മതി. സോ നിങ്ങൾ കണ്ടല്ലോ, ഇപ്പോൾ ലീഷ് ഇല്ലെങ്കിൽ ഒരു ബോർഡിൽ നിന്ന് നമ്മൾ വീണ്ടും കഴിഞ്ഞാൽ എപ്പോഴും ബോർഡ് നമ്മൾ ദൂരോട്ട് പോകും. ഓക്കെ, പിന്നെ അത് ഒരു ആസ് എ ബിഗിനർ അത് പോയി നീന്തി എടുത്ത് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഇപ്പം കുറച്ചും കൂടെ റണ്ണിങ് വാട്ടറിലാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ സീലാണ് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ സീൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മറ്റുള്ള ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ ലീഷ് ഇല്ലെങ്കിൽ ഈ ബോർഡ് നമ്മൾ കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും. ഓക്കെ, അത് പോയി മറ്റുള്ളവരെ പുറത്തടിക്കാനും അങ്ങനെയൊക്കെ ചാൻസസ് ഉണ്ട്.
മേലോട്ടിരുന്ന് കമ്പളം പൊട്ടിയിരിക്കുമ്പോൾ കിടക്കുന്നത്. ഓക്കെ, ഓക്കെ, അത്രയും ഫ്രണ്ടിൽ പിടിക്കരുത്, പാഡിൽ പിടിക്കാൻ പറ്റും. ഇനി ഇപ്പം പിടിക്കുമ്പോഴത്തേക്ക് ഈ പൊസിഷനിലല്ല നമ്മൾ ഇരുന്ന് പിടിക്കുമ്പം സാധാരണ പിടിച്ചോ, അല്ല പിടിക്കും, അത്രയും വേണ്ട. ഞാൻ അടുത്ത് കാണിച്ചത് നമ്മൾ ഇരുന്ന് പിടിക്കുമ്പോൾ നമുക്ക് എത്രയാണോ ഷോർട്ടായിട്ട് പിടിക്കാൻ പറ്റുന്നത് അത്രയും ഷോർട്ടായിട്ട് പിടിക്കും. തിരിച്ചിടുമ്പോൾ കണക്ക് നമ്മൾ എഴുന്നേറ്റിരിക്കുമ്പോൾ മാത്രമേ ഇവിടെ പിടിക്കേണ്ട ആവശ്യമുള്ളൂ, അല്ലാത്തപ്പോൾ ഈ സെയിം പൊസിഷനിൽ തന്നെ പിടിക്കും. തിരിച്ച് പാഡിൽ എപ്പോഴും ഈ കർവിങ് പാർട്ടില്ലേ, ഈ പാർട്ട് വെള്ളത്തിൽ ഫേസ് ചെയ്യണം, വെള്ളത്തിൽ ഫേസ് ചെയ്താൽ മതി. ഓക്കെ, തിരിച്ചോ, റൈറ്റ് സൈഡ് മാത്രം ഫോളോ ചെയ്യും. പോട്ടെ, ഒന്നും കൂടെ ചെയ്യും, റൈറ്റ് സൈഡ് ഒന്നും കൂടെ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പൊസിഷനത്തെ ഈ ഒരു പൊസിഷനിൽ നിന്നിട്ട് നമുക്ക് പാഡിൽ ചെയ്യാൻ പറ്റണം. ഓക്കെ, ആ ഒരു പൊസിഷനിലോട്ട് നിൽക്കാൻ വേണ്ടി ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോൾ ഇരിക്കുന്ന പാഡിൽ അവിടെ തന്നെ വയ്ക്കുക, ബോഡി വയ്ക്കുക. ഓക്കെ, ഇനി ഈ ഒരു പൊസിഷനിൽ ഇരിക്കാൻ നോക്കിയാൽ ഇരിക്കുക. നമുക്ക് നേരത്തെ ഒരു ബോർഡ് ഹാൻഡിൽ ചെയ്തൊരു ഹോള് കണ്ടില്ലായിരുന്നു, ഹാൻഡിൽ. ഓക്കെ, ആ ഒരു പൊസിഷൻ നമ്മൾ ഇരുന്നതിന് ശേഷം നമ്മൾ വേർട്ടിക്കലി ആയിരിക്കണം, നമുക്ക് ഇങ്ങനെ 90 ഡിഗ്രി ആ ഹോളിലോട്ട് നോക്കാൻ പറ്റണം. ആ ഒരു പൊസിഷനിലായിരിക്കണം നമ്മൾ ഇരിക്കേണ്ടത്. ഓക്കെ, ഇനി ഹാഫ് സ്റ്റാൻഡിൽ നമുക്ക് എഴുന്നേക്കാം. ഹാഫ് സ്റ്റാൻഡിൽ എഴുന്നേക്കാമേ. ഓക്കെ, അപ്പം ബോർഡ് പാഡിൽ ബോഡി കുത്തുക, പയ്യെ മുട്ടുകുത്തി എഴുന്നേറ്റ്. ഓക്കെ, ഇപ്പം നമ്മൾ കറക്റ്റ് നമ്മളെ ബോഡി ആ ഹോളിന് കറക്റ്റ് സെൻട്രലായിട്ട് നിൽക്കുന്നത് അല്ലേ? അത് കുറച്ച് ആ ഹോളല്ല, ബാക്കിലോട്ട് നിന്ന് ആ മറ്റേ ആ വൈറ്റ് കളറിലാണ്. ഓക്കെ, കറക്റ്റ് അല്ലേ? ഓക്കെ, ഇനി നമ്മളിപ്പം പാഡിൽ ചെയ്തില്ലേ, അതിനൊക്കെ പാഡിൽ ചെയ്യുക. ഓക്കെ, തിരിഞ്ഞു പോട്ടെ, സ്വിച്ച് ചെയ്ത് പാഡിൽ ചെയ്ത് ബാക്ക് കുറച്ചും കൂടെ പാഡിൽ കുറച്ചും കൂടെ മുകളിലോട്ട് പിടിക്കുക. ആ, ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ നമുക്ക് എങ്ങനെ എഴുന്നേക്കാം എന്നുള്ളതാണ് അടുത്ത് നോക്കേണ്ടത്. നമ്മൾ ബോഡി വയ്ക്കുക, ഇതാണെങ്കിൽ പിടിക്കുക, 2 കൈ കൊണ്ട് ഫിംഗേഴ്സ് മാത്രം വെച്ച് പിടിക്കുക. ഒരുപാട് പൊസിഷൻസ് ഉണ്ട് നമുക്ക് എഴുന്നേക്കാനായിട്ട്, ഒരുപാട് ആംഗിളിൽ നമുക്ക് എഴുന്നേക്കാൻ പറ്റും. വെച്ചതിന് ശേഷം ബോർഡിൽ ഫസ്റ്റ് ലെഗ് നേരത്തെ നമ്മൾ പ്രാക്ടീസ് ചെയ്തില്ലേ, ഫസ്റ്റ് ലെഗ് ഫ്രണ്ട് വയ്ക്കുക, സെക്കൻഡ് ലെഗ് ഫ്രണ്ട് വയ്ക്കുക. മൊത്തം എഴുന്നേക്കരുത്. ഓക്കെ, ഇനി ആ കാലുകൾ 2 വൈഡാക്കി വെച്ചേ, കയ്യിൽ പവർ കൊടുത്തിട്ട് കാല് 2 വൈഡ് ആക്കിയേ. കാല് ചവിട്ട് നല്ലോണം ചവിട്ട്. ഓക്കെ, ഇനി പയ്യെ ഹാഫ് നീയിൽ എഴുന്നേറ്റിരിക്കുക, പാഡിൽ പങ്കട്ട്, ആ പാഡിൽ തറ കുത്തിയേ, ഇനി ബോഡി കുത്തിയേ പാഡിൽ. ഓക്കെ, നിന്നോളൂ. ഫൈൻ. നമ്മൾ പാഡിൽ എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പാഡിൽ എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളതാണ് നോക്കേണ്ടത്. ഓക്കെ, അതിൻ്റെ അകത്ത് ആദ്യം വേണ്ടത് നമുക്കിപ്പം ഇത് ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. അല്ലാതെ ഇപ്പം ഒരു ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് പാഡിൽ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് കാണിക്കുന്നത്. നമ്മൾ റിസ്റ്റിൻ്റെ ലെവലിൽ പാഡിലിൻ്റെ അഡ്ജസ്റ്റബിൾ ഹാൻഡിൽ സെറ്റ് ചെയ്യുക, ലോക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം പാഡിൽ നമ്മുടെ തലയ്ക്ക് മുകളിൽ പിടിച്ച് ഒരു 90 ഡിഗ്രി മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, 90 ഡിഗ്രി ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇതാണ് എൻ്റെ കംഫോർട്ട് പൊസിഷൻ പാഡിൽ ചെയ്യാനുള്ളത്. ഞാൻ വേറെ ഏത് ആംഗിളിൽ പിടിച്ചാലും എനിക്ക് കംപ്ലീറ്റ് പവർ കൊടുക്കാൻ പറ്റത്തില്ല. സോ അതുകൊണ്ടാണ് ഈ ഒരു പൊസിഷൻ നമ്മൾ സെറ്റ് ചെയ്തത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് സ്ട്രോക്സാണ് നോക്കേണ്ടത്. എനിക്ക് ലെഫ്റ്റിലോട്ട് പോകണമെങ്കിൽ ഞാൻ റൈറ്റ് സൈഡിലായിരിക്കും പാഡിൽ ചെയ്യുന്നത്, റൈറ്റിലോട്ട് പോകണമെങ്കിൽ ഞാൻ ലെഫ്റ്റിലോട്ടായിരിക്കും പാഡിൽ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പം എനിക്ക് റൈറ്റിലോട്ട് ടേൺ ചെയ്യണം, ഞാൻ ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിലോട്ടാണ് പാഡിൽ ചെയ്യുന്നത്. കണ്ടോ? ഇനി എനിക്ക് ലെഫ്റ്റിലോട്ടാണ് പോകണമെങ്കിൽ എനിക്ക് സ്വിച്ച് ചെയ്തിട്ട് റൈറ്റ് സൈഡിൽ പാഡിൽ ചെയ്യണം. നമുക്കിനി ടേൺ ചെയ്യാൻ ഞാനിപ്പോൾ പറഞ്ഞു ലെഫ്റ്റും റൈറ്റും ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് പോകുന്നു. നമുക്കിനി കുറച്ച് സിമ്പിളായിട്ട് കുറച്ചും കൂടെ ടേൺ ചെയ്യാൻ പറ്റും. സീപ്പ് സ്ട്രോക്ക് എന്ന് പറയും. നമുക്കിപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ കറക്കി പിടിച്ച് കഴിഞ്ഞാൽ അത് റൈറ്റിലോട്ട് പോകും. നമുക്ക് എന്നെ സ്വിച്ച് ചെയ്തിട്ട് തിരിച്ച് പിടിച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നിന്ന് പിടിച്ച് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റിലോട്ടും വരാൻ പറ്റും. ഓക്കെ, ആസ് എ ബിഗിനർ നമ്മൾ എല്ലാവരും ചെയ്യുന്നൊരു റോങ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. നമ്മൾ 45 മെയിൻറ്റെയിൻ ചെയ്തിട്ട് പാഡിൽ ചെയ്യുക. സോ ഇങ്ങനെ പാഡിൽ ചെയ്താലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക്
എപ്പോഴും സ്വിച്ച് ചെയ്ത് മാത്രമേ പാഡൽ ചെയ്യാൻ പറ്റൂ. ഇത് റോങ് ആണ്. ആക്ച്വലി നമ്മൾ കയാക്കിൽ ഓക്കെ ഫൈൻ, നമുക്ക് ലെഫ്റ്റും റൈറ്റും ചെയ്താൽ മാത്രമേ അത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ബട്ട് ഈ ഒരു സ്റ്റാൻഡപ്പ് പാഡലിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ സ്ട്രോക്സ് കറക്റ്റ് ആക്കണമെങ്കിൽ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ബെറ്റർ ആയിരിക്കും. നമുക്ക് എപ്പോഴും നമ്മൾ ആദ്യം പറഞ്ഞ കണക്ക് പൊസിഷൻ 90 ഡിഗ്രിയിൽ കറക്റ്റായിട്ട് കൊണ്ടുവരിക. പാഡിൽ ഡിപ്പ് ചെയ്യുമ്പോൾ ഫ്രണ്ട് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ പുള്ളി ചെയ്യത്തില്ലേ, അപ്പം നമുക്ക് എപ്പോഴും ഒരു വിൻഡോ കാണുന്നുണ്ടോ, ഈ ഒരു വിൻഡോ കാണുന്നുണ്ടോ, ഈ വിൻഡോയിൽ കൂടെ മാത്രം കാണാൻ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മളെപ്പോഴും ഡിപ്പ് ചെയ്ത് പുള്ളി ചെയ്യാനായിട്ട്. ഓക്കെ, ഡിപ്പ് ചെയ്ത് പുള്ളി ചെയ്യുമ്പോൾ നമ്മൾ അപ്പർ ബോഡി മാത്രമേ ബെൻഡ് ചെയ്യാമോ, നമുക്ക് ഒരുപാട് പവർ കൊടുക്കാൻ ആവശ്യമില്ല എങ്കിൽ അപ്പർ ബോഡി ഞാനിപ്പം ബെൻഡ് ചെയ്യുമ്പോൾ നോക്കണം, ജസ്റ്റ് അപ്പർ ബോഡി മാത്രമേ ഞാൻ ബെൻഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, സ്റ്റാൻഡപ്പ് പാഡിൽ ആസ് എ ബിഗിനർ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഞാൻ പറയും ഒരു 100% നിങ്ങൾ വീഴാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പം എങ്ങനെ വീഴാം, എങ്ങനെ വീണ് കൂടാ എന്നുള്ളതും കൂടെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എൻ്റെ മൈക്കൊന്ന് ഊരി വെച്ചോട്ടെ, എന്നിട്ട് ഞാൻ ആ സെക്ഷനിലോട്ട് വരാം. ഓക്കെ, സോ സേഫ്റ്റി ആസ്പെക്ട്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. ഓക്കെ, നമുക്ക് ഈ സ്റ്റാൻഡപ്പ് പാഡിൽ ചെയ്യുമ്പോൾ എങ്ങനെ വീഴാം, എങ്ങനെ വീഴാതിരിക്കാം. ഓക്കെ, ഇതിൻ്റെ ജസ്റ്റ് ഒരു ഡെമോ ഞാൻ ആദ്യം പറഞ്ഞതിന് ശേഷം കാണിച്ചു തരാം. ഓക്കെ, സോ നമ്മളെപ്പോഴും ഒരിടത്തു നിന്ന് വീഴുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്, അവിടെ നിന്ന് വീഴാതിരിക്കാൻ വേണ്ടി എപ്പോഴും ട്രൈ ചെയ്യും. അതായത് നമ്മൾ ഈ ബോഡി തന്നെ ക്യാച്ച് ചെയ്ത് നിൽക്കാൻ വേണ്ടി നോക്കും. എപ്പോഴും വീഴുമ്പോഴത്തേക്ക് ഇതിൻ്റെ പുറത്തോട്ട് ഒരിക്കലും വീഴാൻ നോക്കരുത്, കാരണം നമുക്ക് നല്ല ഇഞ്ചുറീസ് കിട്ടാൻ ചാൻസസ് ഉണ്ട്. സോ നമ്മൾ എപ്പോഴും വീഴുമ്പോഴത്തേക്ക് മോസ്റ്റ്ലി നമുക്ക് ഇഞ്ചുറി കിട്ടാനുള്ള ചാൻസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെഡിന് കിട്ടാൻ ചാൻസ് ഉണ്ട്, റിബ്സിന് കിട്ടാൻ ചാൻസ് ഉണ്ട്, നീസിന് കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതൊരു ഹാർഡായിട്ടുള്ളൊരു ബോർഡാണ്. ഓക്കെ, അപ്പം ബിഗിനേഴ്സ് നമുക്ക് 2 ടൈപ്പ് ബോർഡ്സ് ഉണ്ട്, ഇൻഫ്ലാറ്റബിളും ഉണ്ട്, ഇതുമുണ്ട്. എന്നാലും നമ്മളെപ്പോഴും റിജിഡ് ബോർഡിൽ ചെയ്യുമ്പോഴത്തേക്ക് ഈ കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ വീഴുമ്പോൾ ഒരിക്കലും ഇതിൻ്റെ പുറത്തോട്ട് ഒരിക്കലും വീഴാൻ ശ്രമിക്കരുത്. എപ്പോഴും നിങ്ങൾ ഫാൾ ഔട്ട് ഓഫ് ദ ബോർഡ്, അതാണ് എപ്പോഴും സേഫ് ആയിട്ടുള്ള കാര്യം. പാഡിൽ ഒരിക്കലും ഹോൾഡ് ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾ ഏത് സൈഡിലാണ് വീഴാൻ മാറിപ്പോ. ഓക്കെ, എപ്പോഴും എല്ലാവരും റോങ് ചെയ്യുന്നത് ഇതാണ്, ബോർഡ് പിടിച്ച് വലിച്ചിടുക, ഇങ്ങനെ കയറാൻ നോക്കും. അത് റോങ് ആണ്, അങ്ങനെയല്ല നമ്മൾ കയറേണ്ടത്. ആക്ച്വലി നമ്മളെ ബോഡി എപ്പോഴും ബോർഡിൻ്റെ പുറത്ത് കൊണ്ടുവരാൻ നോക്കുക. എന്നിട്ട് എപ്പോഴും പമ്പ് ചെയ്ത് നിൽക്കും. കാല് സ്വിം ചെയ്യുന്ന എങ്ങനെയാണോ അതിനൊക്കെ സ്വിം ചെയ്ത് നിൽക്കും. ബോഡി പകുതി എത്തിയതിന് ശേഷം പയ്യ സാവധാനം കയറാൻ പറ്റും. സോ നമ്മൾ തിരിച്ചെങ്ങനെ ലോഞ്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ലാസ്റ്റ് സെക്ഷനായിട്ട് എടുക്കുന്നത്. ഓക്കെ, സേഫ്ലി എങ്ങനെ ലോഞ്ച് ചെയ്യാം. നമ്മളിപ്പം ഒരു 3 സ്റ്റെപ്പിലാണ് സ്റ്റാൻഡ് ചെയ്തത്. സോ ആ സെയിം മെത്തേഡ് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പാഡിൽ ബോർഡിൽ കുത്തിയതിന് ശേഷം പയ്യെ പിടിച്ച് ഏതൊക്കെ, അതിന് ശേഷം കൈ ബോഡി കുത്തുക, നീ ഡൗൺ. ഓക്കെ, ഈ ഒരു പൊസിഷനിൽ വരിക. അതിനുശേഷം നമുക്ക് ലോഞ്ചിങ് പാഡിനടുത്ത് എത്തിയതിന് ശേഷം പയ്യെ നമ്മൾ തിരിച്ചെങ്ങനെയാണോ കയറിയ ആ സെയിം പൊസിഷനിൽ തന്നെ വന്ന് ഇറങ്ങുക. ഓക്കെ, ഇങ്ങനെ നമുക്ക് സക്സസ്ഫുള്ളി വീഴാതെ സ്റ്റാൻഡപ്പ് പാഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മളൊരു ചലഞ്ചായിട്ടാണ് ഈ ഒരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് അല്ലേ. ഓക്കെ, ചലഞ്ച് ഞാൻ സക്സസ്ഫുള്ളി അത് കംപ്ലീറ്റ് ചെയ്തെന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. അത് എക്സ്പീരിയൻസ് ചെയ്ത സുഹൃത്തായിട്ട് തന്നെ നമുക്ക് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു ഓവറോൾ എന്നുള്ളത്. ഞാനിപ്പോൾ ഫസ്റ്റ് ടൈം ആയിരുന്നു ഇവിടെ വന്നിട്ട് സ്റ്റാൻഡപ്പ് പാഡിൽ ചെയ്യുന്നത്. അപ്പോൾ കയാക്കിംഗ് മുന്നേ ചെയ്തിട്ടുണ്ടെങ്കിലും സ്റ്റാൻഡപ്പ് പാഡിൽ എന്ന് പറയുമ്പോൾ അത് വേറൊരു സംഭവം തന്നെയാണ്. അപ്പം ആദ്യമായിട്ട് അത് കയറി നിന്ന് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ വെള്ളത്തിനോടുള്ള പേടി ഒന്ന് കുറഞ്ഞു. സാറ് പ്രോപ്പർ ഗൈഡൻസ് തന്നുകൊണ്ട് മാത്രമാണ് ആ പേടി മാറിയത്. പിന്നെ നമ്മൾ കാണുമ്പോൾ അത് ഭയങ്കര എളുപ്പമായിട്ട് തോന്നും, പക്ഷെ ചെയ്തു വരുമ്പോൾ അതിൻ്റെ ഒരു വേറൊരു രീതിയിലാണ്. അത് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിച്ചാൽ മാത്രമേ അതിൻ്റെ ഒരു ലെവലിൽ നമുക്ക് എത്താൻ പറ്റുള്ളൂ. ഫസ്റ്റ് തന്നെ നമ്മൾ ആദ്യം നീസിൽ ഇരുന്നിട്ട് പിന്നെ പ്രോപ്പറായിട്ട് നിൽക്കാനുള്ള സ്റ്റെപ്പും പാഡിൽ പിടിക്കുന്നതും അതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് പ്രോപ്പർ ട്രെയിനിങ് എന്നിട്ടാണ് നമുക്കതിൽ സ്റ്റാൻഡ് ചെയ്ത് പാഡിൽ ചെയ്യാൻ പറ്റുന്നത്. എനിക്ക് ആദ്യം ഇവിടെ വന്ന സമയത്ത് വെള്ളത്തിനോട് നല്ല പേടിയായിരുന്നു.
ലൈക്ക് സ്റ്റാൻഡപ്പ് പാഡിൽ കയറുന്ന സമയത്ത് വരെ പേടിയുണ്ടായിരുന്നു, പക്ഷേ കയറി പ്രോപ്പറായിട്ട് അതിൽ നിന്നപ്പോഴാണ് എനിക്ക് ആ കോൺഫിഡൻസ് കിട്ടിയത്. ലൈക്ക് പാഡിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ 2 സൈഡും പാഡിൽ ചെയ്യുന്നതും അതുപോലെ ഒരു സൈഡ് മാത്രം പാഡിൽ ചെയ്ത് സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നു, അങ്ങനെ കുറേ ടെക്നിക്സ് പുതിയതായിട്ട് പഠിക്കാൻ പറ്റി. അതുകൂടാതെ തന്നെ ഇപ്പോൾ ഉള്ള കോൺഫിഡൻസ് ലെവൽ വെച്ചിട്ട് എനിക്ക് വീണ്ടും വാട്ടർ സ്പോർട്ടിലേക്ക് നല്ല താല്പര്യമുണ്ട്. അപ്പോൾ ഇതിന് പുതിയ കാര്യങ്ങൾ പഠിക്കാനും വെള്ളത്തിനുള്ള പേടി കുറയ്ക്കാനും എല്ലാം നല്ല ഹെൽപ്ഫുള്ളായിരുന്നു സ്റ്റാൻഡപ്പ് പാഡിൽ. ഓക്കെ, നിങ്ങളിപ്പം സുഹൃതയുടെ എക്സ്പീരിയൻസ് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, എങ്ങനെ ഉണ്ടായിരുന്നു സെക്ഷൻസ് ഇതെല്ലാം. ഓക്കെ, അപ്പം ഇനിയും നമുക്ക് നല്ല വീഡിയോസ്, അതായത് അഡ്വഞ്ചർ സ്പോർട്സ്, വാട്ടർ സ്പോർട്സ് ആവട്ടെ, അല്ലാതെ ലാൻഡ് ബേസ്ഡ് ആയിട്ടുള്ള അഡ്വഞ്ചർ സ്പോർട്സ് ആവട്ടെ, എന്ത് കാര്യങ്ങളായാലും നമ്മൾ ഇങ്ങനെയുള്ള ട്യൂട്ടോറിയൽസ് കൊണ്ടുവരണം. അതിന് നിങ്ങളുടെ സപ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക് യു.